എല്ലാ കൂട്ടുകാർക്കും ട്രാവൽ പാരീസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിത് കൊടൈക്കനാൽ ടൗണിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. കണ്ടില്ലേ, കൊടൈക്കനാൽ ടൗണിൻ്റെ ഒരു ഭംഗിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉച്ച സമയത്താട്ടോ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. നമ്മളിന്ന് ഈ വീഡിയോയിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് കൊടൈക്കനാൽ ടൗണിൻ്റെ കുറേ ഭാഗങ്ങളും അതുപോലെ തന്നെ നമ്മുടെ കൊടൈക്കനാൽ ലേക്കിൻ്റെ ഭാഗങ്ങളാണ് നമ്മൾ ഇവിടെ മെയിനായിട്ടും കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിത് കൊടൈക്കനാൽ സിറ്റിയിൽ എത്തിയിരിക്കുകയാണ്. കണ്ടില്ലേ, നമ്മൾ പെട്ടിക്കൂടുകൾ പോലെ അടുക്കി വെച്ചിരിക്കുന്ന ധാരാളം വീടുകൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഊട്ടിയിലെയും കൊടൈക്കനാലിലേക്ക് വീടുകളുടെ സ്ട്രക്ചർ ഏകദേശം ഒരുപോലെയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. തിരക്ക് നല്ല കുറവുണ്ടായിരുന്നു കേട്ടോ. ഇന്നധികം സഞ്ചാരികളൊന്നുമില്ല. പിന്നെ നമ്മുടെ മഞ്ഞുമൽ ബോയ്സൊക്കെ ഇറങ്ങിയതിന് ശേഷം കൊടൈക്കനാലിൽ അതിഭീകരമായ തിരക്കായിരുന്നു. പക്ഷേ ഇപ്പം പടം ഇറങ്ങി കുറേ നാൾ കഴിഞ്ഞോടുകൂടി ഇപ്പോൾ തിരക്കൊക്കെ കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇടത് സൈഡിലായിട്ട് മനോഹരമായൊരു പള്ളിയൊക്കെ കാണാം കേട്ടോ. അതിമനോഹരമാണ് കൊടൈക്കനാലിൻ്റെ ഭൂപ്രകൃതി എന്ന് പറയുന്നത്. അങ്ങ് ദൂരെ മലനിരകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അവിടെ മഞ്ഞിറങ്ങി കിടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ടൗണിലേക്ക് അടുക്കുമ്പോൾ തന്നെ നമുക്ക് കൊടൈക്കനാലിൻ്റെ മലനിരകളുടെ ഭംഗി പതുക്കെ പതുക്കെ ദൃശ്യമായി തുടങ്ങും കേട്ടോ. അങ്ങനെ കൊടൈക്കനാൽ സിറ്റി കൂടെ നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലക്ഷ്യം കൊടൈക്കനാൽ തടാകമാണ് കേട്ടോ. തടാകത്തിലേക്കാണ് നമ്മൾ ആദ്യമേ പോകുന്നത്. ഈ വീഡിയോയിൽ കൊടൈക്കനാൽ തടാകത്തിൻ്റെ കാഴ്ചകളാണ് ഞാൻ മെയിനായിട്ടും കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ കൊടൈക്കനാലിൽ വന്നിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും നമ്മൾ വരേണ്ട ഒരു സ്ഥലം കൂടിയാണ് കൊടൈക്കനാൽ. കാരണം ഇവിടുത്തെ ഭൂപ്രകൃതിയും ഇവിടുത്തെ കാലാവസ്ഥയും ഭയങ്കര വിഭിന്നമാണ്. കേരളത്തിനേക്കാളും ഒത്തിരി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കാലാവസ്ഥ കേട്ടോ ഇവിടെ ഉള്ളത്. പിന്നെ ഈ കൊടൈക്കനാലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മലനിരകളാണ്. ഒത്തിരിയേറെ മലനിരകളും അതേപോലെ അതിലൂടെ ഇറങ്ങി വരുന്ന ക്ലൗഡ് ബെഡ്സൊക്കെ നമുക്ക് ശരിക്കും അതിമനോഹരമായൊരു കാഴ്ച തന്നെയാണ് കേട്ടോ. തട്ടുതട്ടായിട്ടുള്ള കൃഷി രീതികൾ തൊട്ട് താഴെ നമുക്ക് ചില സ്ഥലങ്ങളിൽ കാണാൻ പറ്റും. അതേപോലെ പെട്ടിക്കൂട് അടുക്കി വെച്ചിരിക്കുന്ന പോലെ വീടുകൾ ഒത്തിരി, എന്ന് വെച്ചാൽ കൊടൈക്കനാൽ സിറ്റിയിൽ ധാരാളം ആളുകൾ തിങ്ങിപ്പറക്കുന്നുണ്ട് കേട്ടോ. ഒത്തിരിയേറെ ആളുകൾ ഇവിടെ തിങ്ങിപ്പറക്കുന്ന സ്ഥലം കൂടിയാണ്. പിന്നെ മലയാളികളായ നമുക്ക് ഇവിടെ വരുമ്പോൾ നമ്മൾ പ്രത്യേകം കൊടൈക്കനാലിൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടുത്തെ ഫുഡാണ് കേട്ടോ. നമ്മൾ നല്ല ഹോട്ടലുകൾ നോക്കി മാത്രം കയറി ഫുഡ് കഴിക്കുക. വളരെ ചുരുക്കം ഹോട്ടലുകളോ കേട്ടോ സിറ്റിയിലുള്ളൂ നല്ല ഫുഡ് കിട്ടുന്ന, മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന ഫുഡ് കിട്ടുന്ന വളരെ ചുരുക്കം ഹോട്ടലുകളാണ് ഇവിടെ ഉള്ളൂ. പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ ഊണ് ഒക്കെ ഭയങ്കര ഡിഫറൻ്റ് ആണ്. അപ്പം എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അപ്പം അതൊക്കെ നോക്കി കണ്ടും വേണം കേട്ടോ ഹോട്ടലുകളിൽ കയറി ഫുഡ് കഴിക്കാൻ. വഴിയിൽ ആരെയോ മരിച്ചിട്ട് കൊണ്ടുപോകുന്നൊരു കാഴ്ച ഞങ്ങൾ കണ്ടില്ലേ. ഇവിടുത്തെ ആളിനെ ഇരുത്തി നമ്മുടെ ഡ്രമ്മും ഒക്കെ അടിച്ച് ഭയങ്കര സന്തോഷമായിട്ടാണ് കേട്ടോ ആളുകളെ അടക്കാൻ കൊണ്ടുപോകുന്നത്. നമ്മുടെ കേരളത്തിൽ നിന്ന് വളരെ വിഭിന്നമായിട്ടുള്ളൊരു കാഴ്ചയാണത്. തമിഴ്നാട് KSRTCയുടെ ബസ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തരങ്ങനും വിലങ്ങനും പോകുന്ന കാഴ്ചകളൊക്കെ കാണാം. കൊടൈക്കനാലിൽ നിന്ന് പല സ്ഥലങ്ങളിലേക്കും ഇഷ്ടംപോലെ ബസ് സർവീസുകൾ നമ്മുടെ TNRTC നടത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിത് കൊടൈക്കനാൽ ടൗണിൻ്റെ ഒത്ത നടുക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ധാരാളം ആളുകൾ നമ്മളെ കൈ കാണിച്ച് വണ്ടി നിർത്തിക്കും. കാരണം ഹോം സ്റ്റേ, ഹോട്ടൽ അങ്ങനെയുള്ള ആളുകളുടെ ഏജൻറ്റുമാരാണ് അവർ. നമ്മളിത് കൊടൈക്കനാൽ തടാകത്തിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഈ കൊടൈക്കനാൽ തടാകത്തിനെ പറ്റി ഒത്തിരി പറയാനുണ്ട്. കൊടൈക്കനാൽ തടാകം അഥവാ കൊടൈക്കായൽ എന്നാണ് ഇത് ഒരിടയ്ക്ക് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. തമിഴ്നാട്ടിലെ ദിണ്ടിഗൽ ജില്ലയിലെ കൊടൈക്കനാൽ നഗരത്തിൽ കാണപ്പെടുന്ന ഒരു മനുഷ്യനിർമ്മിതമായ തടാകമാണ്. ശരിക്കും ഇതൊരു മനുഷ്യനിർമ്മിതമായ തടാകമാണ് കേട്ടോ ഈ കൊടൈക്കനാൽ തടാകം എന്ന് പറഞ്ഞാൽ. നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇത് ഇത്രയും വലിയ
ഒരു തടാകം മനുഷ്യരാൽ നിർമ്മിക്കാൻ പറ്റുമെന്ന്. കാരണം ഇത് എന്താ പറയണേ, മനുഷ്യരായിട്ട് തന്നെ നിർമ്മിച്ചെടുത്ത ഒരു തടാകമാണ് കേട്ടോ. മധുരയിലെ കളക്ടറായിരുന്ന സർവർ ഹെൻറി എന്ന് പറഞ്ഞ ഒരു ആളുടെ സ്മരണാർത്ഥം 1863 അമേരിക്കയിൽ നിന്നുള്ള ബ്രിട്ടീഷ് മിഷണറിമാരാണ് ഈ തടാകം നിർമ്മിച്ചതായിട്ട് പറയപ്പെടുന്നത്. ഏകദേശം ഇതൊരു ശുദ്ധജല തടാകമാണ്. പിന്നെ 59 ഏക്കർ വിസ്തൃതിയിലാണ് ഈ തടാകം പരന്നു കിടക്കുന്നത് കേട്ടോ. 59 ഏക്കർ. അപ്പോൾ അതിൻ്റെ വലിപ്പം എത്രത്തോളമാണെന്ന് നിങ്ങൾക്ക് ഊഹിച്ചാൽ മതി. പിന്നെ 36 അടിയാണ് ഇതിൻ്റെ പരമാവധി ആഴം. ശരാശരി ഒരു 9 അടി 10 അടി ആഴം ശരാശരി ആഴമുണ്ട്. അതേപോലെ ഏറ്റവും ചില സ്ഥലത്ത് 36 അടി വരെ ആഴമുണ്ട് കേട്ടോ. നമ്മൾ ലേക്കിന് വലം വെച്ച് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചുറ്റും ഇഷ്ടംപോലെ കടകൾ നമുക്ക് കാണാൻ പറ്റും. പല സാധനങ്ങൾ വിൽക്കുന്ന കമ്പിളി പുതപ്പുകൾ, അതേപോലെ കമ്പിളി വസ്ത്രങ്ങൾ ധരിക്കുന്ന കടകൾ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ കുതിര സഫാരി കടക്കാരെ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ സൈക്കിൾ റെൻറ്റിന് കൊടുക്കുന്ന സ്ഥലങ്ങൾ കാണാൻ പറ്റും. ഇവിടെ ഈ കൊടൈക്കനാൽ ലേക്കിൻ്റെ ചുറ്റും സൈക്കിൾ സഫാരി ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. അപ്പോൾ സൈക്കിൾ വാടകയ്ക്ക് കൊടുക്കുന്ന ധാരാളം സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും. വളരെ ചീപ്പായിട്ടുള്ള വിലയ്ക്കൊക്കെ വില പേശി നമുക്ക് ധാരാളം കമ്പിളി വസ്ത്രങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ പറ്റും. അതേപോലെ ബലൂൺ പൊട്ടിക്കുന്ന ഗെയിമുകൾ, ഒത്തിരി കാര്യങ്ങൾ, അതേപോലെ ഹോം മെയ്ഡ് ചോക്ലേറ്റുകൾ, അങ്ങനെ ധാരാളം സംഭവങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഈ കാണുന്നതാണ് നമ്മുടെ കൊടൈക്കനാൽ ലേക്ക് എന്ന് പറഞ്ഞത്. ഇതൊരു ശുദ്ധജല തടാകമാണെന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ അത്രയ്ക്ക് ശുദ്ധജലമൊന്നും അല്ല കേട്ടോ. ഇത് കാലാകാലങ്ങളായിട്ട് ഈ വെള്ളം നല്ല രീതിയിൽ മലിനമാക്കപ്പെട്ട ഒരു വെള്ളം തന്നെയാണ്. കാരണം അത്ര നല്ല വെള്ളമൊന്നും അല്ല. അത് കാരണം നമ്മളിതിൽ ഇറങ്ങാനോ അതേപോലെ വെള്ളത്തിൽ നമ്മുടെ കൈകാലുകൾ ഇടുന്നൊന്നും അത്ര വൃത്തിയുള്ള സംഭവം ആയിരിക്കില്ല, പ്രത്യേകിച്ച് കുട്ടികളെയും കൊണ്ടൊക്കെ കേട്ടോ. പക്ഷേ ഇത് കാണാനുള്ള ഭംഗി എന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ്. നമ്മൾ ഈ കൊടൈക്കനാൽ ലേക്ക് ശരിക്കും ഇതൊരു മനുഷ്യനിർമ്മിത ലേക്കാണെന്ന് നമ്മൾ ഒരിക്കലും കണ്ടാൽ പറയത്തില്ല. പക്ഷേ അതിമനോഹരമാട്ടോ. ഇതിങ്ങനെ പരന്ന് കിടക്കുകയാണ്. കണ്ടോ, വെള്ളത്തിൽ മുങ്ങി ഒരു വീടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. അത് ശരിക്കും വെള്ളത്തിൽ തന്നെ നിർമ്മിച്ചേക്കണ ഒരു ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ഒരു ടൈപ്പ് വീടാണെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും അതിമനോഹരമായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നുള്ള ഓരോ മൂലയ്ക്കിൽ നിന്നുള്ള കാഴ്ചകൾ അതിമനോഹരമാണ്. പിന്നെ നമുക്ക് പെഡൽ ബോട്ട്, അതേപോലെ അല്ലാതെയുള്ള സ്പീഡ് ബോട്ട്, അങ്ങനെയുള്ള ബോട്ട് സഫാരിയും ഇവിടെ ലഭ്യമാണ് കേട്ടോ. ഏതായാലും രാവിലെയും വൈകിട്ടുമാണ് കൂടുതലായിട്ടും ഈ തടാകം സന്ദർശിക്കാൻ പറ്റിയ ടൈം. കാരണം ഉച്ച സമയത്ത് നല്ല വെയിലാണ് കേട്ടോ. നമ്മളങ്ങനെ കൊടൈക്കനാൽ ലേക്കിനെ വലം വെച്ച് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൊടൈക്കനാൽ ലേക്ക് വലം വെച്ച് നമ്മളിതേ വീണ്ടും കൊടൈക്കനാൽ സിറ്റിക്കടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ യാത്ര ഇപ്പോൾ പൂമ്പാറ ലക്ഷ്യമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. പൂമ്പാറ പൂണ്ടി റൂട്ടുണ്ട്. അപ്പോൾ ആ റൂട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും കൊടൈക്കനാൽ വരുന്ന എല്ലാവരും കാണേണ്ട ഒരു സ്ഥലം കൂടിയാണ് ശരിക്കും പൂമ്പാറ പൂണ്ടി റൂട്ട് എന്ന് പറയുന്നത്. അധികം ആർക്കും അറിയപ്പെടാതെ കിടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. എല്ലാവരും കൊടൈക്കനാൽ വന്ന് കൊടൈക്കനാൽ ഗുണ കേവും അതേപോലെ അവിടെ ചുറ്റുമുള്ള സംഭവങ്ങളൊക്കെ കണ്ടിട്ട് പോകും. പക്ഷേ ശരിക്കും കൊടൈക്കനാലിൽ കാണാനുള്ള കാഴ്ച എന്ന് പറയുന്നത് ഈ പൂണ്ടി റൂട്ടാണ് കേട്ടോ. അതിമനോഹരമായ റൂട്ടാണ് പൂണ്ടിക്ക് പോകുന്ന ഈ റൂട്ട്. പൂണ്ടി, മന്നവന്നൂർ, അതേപോലെ പൂമ്പാറയൊക്കെ കൊടൈക്കനാലിൻ്റെ വളരെ അതിമനോഹരമായ സ്ഥലങ്ങളാണ്. ഇപ്പോൾ കൊടൈക്കനാലിൽ വരുന്ന എല്ലാവരും ഈ സ്ഥലങ്ങളിൽ കൂടി കാണാൻ എപ്പോഴും ശ്രമിക്കണം. പിന്നെ ധാരാളം ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ കൊടൈക്കനാൽ ടൗണിൽ നിന്നും നമുക്ക് വളരെ പൈസ കുറഞ്ഞ് നമുക്ക് ഇച്ചിരി മാറി താമസിക്കാൻ പറ്റുന്ന കുറേ സ്ഥലങ്ങളും അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത യാത്ര നമ്മൾ പൂമ്പാറയിലേക്കാണ്. പൂമ്പാറ റൂട്ടിലാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ പൂമ്പാറയുടെ വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഉറപ്പായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.